എനിക്കൊന്ന് തിയേറ്ററിൽ നന്നായിട്ട് ഓടി. പിന്നെ എവിടെ ഓടാത്ത പോലെ. സിനിമാ പ്രേമികൾ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ. അപ്പൊ അവര് പറഞ്ഞു ഞാൻ തള്ളി മറിച്ച പടം ഒരു പരുവത്തിലാക്കിയത്. അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. അപ്പൊ ഞാന് എന്തായാലും ഞാനത് ആ പടം കാണുന്നു. കരുതറിയോ ഞാൻ തള്ളി മറിച്ചതിന്റെ ആധിക്യം എത്ര ഉണ്ടെന്ന് അറിയാൻ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. ഇവിടെ അല്ല, ധ്യാന്റെ ഒരു നല്ല സ്വഭാവം, ഒരു പോസിറ്റീവ് ക്വാളിറ്റി എനിക്ക് മനസ്സിലായത്. സത്യം ഒരുപാട് കാലം മൂടി വെക്കത്തില്ല. മറ്റൊരു സത്യം കൂടി വെളിപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞോ? സത്യം പറഞ്ഞു. അതാ ഭീകരൻ കൊട്ടും ഭീകരൻ. അല്ല, മാത്രമല്ല ഈ OTT പ്ലാറ്റ്ഫോമിലെ കാര്യമൊക്കെ തുറന്നു പറഞ്ഞതിന് ശേഷം വിനീത് പിന്നെ സംസാരിച്ചിട്ടില്ല, ഫോൺ എടുത്തിട്ടില്ല, വിളിക്കാറുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. സാറിന് എങ്ങനെ നിങ്ങളുടെ ഒരു രീതി എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുവോ? ഞാൻ ഇത്രയും പെട്ടെന്ന് പ്രശസ്തരാവുന്ന ഒരിക്കലും കരുതില്ല. സമയം മാറി. അതെ, നല്ല ബെസ്റ്റ് ടൈം. അയ്യോ 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 അയ്യോ. ഞാന് ഇന്റർവ്യൂവിലൂടെ പടം നല്ലതാണെന്ന് ഞാൻ തള്ളി മറിച്ചില്ലല്ലേ? ഇവന്മാര് നീ കൊളാക്കും. ഗംഭീര സിനിമയാണെന്നൊന്നും നമ്മൾ അവകാശപ്പെട്ടിട്ടില്ല. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. മാത്രമല്ല ഇനി വിനീത് ഇനി അടുത്ത സിനിമയിലേക്ക് വിളിക്കില്ല ധ്യാൻ, അങ്ങനെ ഒരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടോ? അല്ല, അത് ഞാൻ കേട്ടു. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. സാധാരണ ധ്യാനും വിനീതും ഒക്കെ ചില ഇന്റർവ്യൂകളൊക്കെ ഇരിക്കുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ. ആ ഇന്റർവ്യൂ ഇരിക്കുമ്പം ധ്യാൻ പറയുന്ന ഓരോ കോമഡിയും തമാശയും ഒക്കെ വിനീത് ഒരുപാട് എൻജോയ് ചെയ്യുന്നതായിട്ടാണ് കണ്ടത്. പക്ഷെ ഇത് മാത്രം അത്ര എൻജോയ് ചെയ്തിട്ടില്ല. ഇന്ന് തന്നെ ഒരു ഗൂർഖ ഏർപ്പാടാക്കണം. ഇവരിനകത്ത് കയറിയാൽ കാല് തല്ലി ഓടിക്കാൻ പറയാം.